സീസൺ 5 വേദിയിൽ മനോഹര ഗാനവുമായി കുട്ടിക്കുറുമ്പി സ്പന്ദന എത്തുന്നു. ഇത് എന്നെ തോപ്പിക്കുമല്ലോ. ലിറിക്സ് തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. അപ്പൊ എന്റെ കമന്റ് സീസൺ 5 വേദിയിൽ മലയാളി മനസ്സുകൾക്ക് ആവേശം പകരാൻ ആര്യൻകുട്ടനെത്തുന്നു. മൈക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഓപ്പൺ. ഏഴുമുന്നത്തരകൻ എന്ന ചിത്രത്തിന് വേണ്ടി KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. എനിക്ക് നാട്ടിൽ ഒരുപാട് സ്റ്റേജ് ഉണ്ട്, എനിക്ക് പോണോന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിക്കണോ വേണ്ടേ? തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. നിക്കണോ വേണ്ടേ? 1 2 വേദിയിൽ മനോഹര ഗാനവുമായി ശിവാനിക്കുട്ടി എത്തുന്നു. വേദിയിൽ ഇന്നലെ കുട്ടിത്താരങ്ങൾ കിട്ടിയ മാർക്കറിയാം. അവന്റെ മാനം പോകാതെ നോക്കാൻ അവനറിയാം. നിങ്ങൾ നിങ്ങളുടെ മാനം നോക്കാതെ റൺവേ എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായി ആലപിച്ച ധ്യാന 98 മാർക്കാണ് ലഭിച്ചത്. എത്ര ഏകദേശം ഞാൻ നിന്റെ ഈ കളസത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നു. ജലദോഷം വന്നിട്ട് പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട്. വേദിയിൽ ഏവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഋതുവീണ കാഴ്ചവെച്ചത്. ആരാണെങ്കിലും ഇരുന്നിട്ട് അങ്ങ് ഏണി ഒന്ന് മുണ്ടുകുത്തി ഡാൻസ് ചെയ്യാൻ. വേദിയിൽ മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 100 മാർക്കാണ് ലഭിച്ചത്. ഒരു മറവത്തൂർ കനവെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റാണിക്കുട്ടി വേദിയിലെത്തിയത്. പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ ചിലപ്പോ ഒരൊറ്റ പാട്ട് പാടിയാൽ ഇവിടെ മുഴുവൻ ഒരു ഡിവൈൻ ഫീല് മോള് കൊണ്ട് റാണിക്കുട്ടിക്ക് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത്. കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തിയ ഇശൽക്കുട്ടിക്ക് 98 മാർക്കാണ് ലഭിച്ചത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും.